ഓക്കെ, ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മളിപ്പോൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺസെപ്റ്റൽ ഫ്രെയിംസ് ആണ്. ആ ഫ്രെയിം വർക്കിൻ്റെ ഉള്ളിൽ വെച്ച് നമുക്ക് സ്ത്രീകളുടെ ആ ഒരു സമത്വം, പുരുഷൻ സ്ത്രീകൾ തമ്മിലുള്ള സമത്വം എങ്ങനെയാണ്, ആ ഒരു ഡെഫിനീഷനും കൺസെപ്റ്റും ഡെവലപ്മെൻറ്റും ദെൻ എമേർജിങ് വുമൺ കൺസെപ്റ്റൽ ഫ്രെയിമും പവറൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൽ നമ്മുടെ സബ്ജക്റ്റിൻ്റെ നെയിം ഫെമിനിസം ഇൻ ഡെവലപ്മെൻ്റ് ആണ്. ഫെമിനിസത്തെ ഒരു കൂടുതൽ പറയേണ്ട, നമുക്കറിയാം സ്ത്രീ അധീശത്വം അല്ലെ സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. സ്ത്രീ ശാക്തീകരണം പണ്ട് മുതലുള്ള സ്ത്രീകളുടെ ആ ഒരു ഡെവലപ്മെൻറ്റിലല്ല ഇപ്പോൾ ഉള്ളത്. നമ്മൾ ഏത് വിഷയത്തിലും എന്ത് കാര്യത്തിലും ഇനി പുരുഷന്മാർ ചെയ്യുന്ന എല്ലാ മേഖലകളും സ്ത്രീകൾ കൈയടക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിഷയം പറയുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ളൊരു സബ്ജക്റ്റാണ് ഫെമിനിസം. ഓക്കെ, അപ്പോൾ പ്രത്യേകിച്ച് ഇതിൽ കൂടുതൽ പറയാനുള്ള ഇപ്പോൾ സ്ത്രീകൾ, ഇപ്പോൾ കുട്ടികൾ തന്നെ, പെൺകുട്ടികളൊന്നും പെട്ടെന്ന് വിവാഹം കഴിച്ച് പോകുന്നൊന്നുമില്ല. അവരെന്ത് ചെയ്യുന്നു, പണ്ടത്തെ കാലത്ത് സ്ത്രീകൾ എന്ത് ചെയ്യും, പെട്ടെന്ന് വിവാഹം കഴിച്ച് കുട്ടികൾ എന്നുള്ള ആ ലെവൽ, കുട്ടികളും ഭർത്താവും കുടുംബം മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. കുട്ടികൾ എന്ത് ചെയ്യുന്നു, വിദ്യാഭ്യാസത്തിന് ഇമ്പോർട്ടൻസ് കിട്ടിയ ഒരു കാലഘട്ടത്തിൽ അവരെന്ത് ചെയ്യുന്നു, കുട്ടികൾ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ അവർ പല ബിസിനസ് ഫീൽഡിലേക്കൊക്കെ സ്ത്രീകൾ ഇറങ്ങുന്നുണ്ട്. മുഖ്യമന്ത്രി ഇല്ലേ, നമ്മളെ മുഖ്യമന്ത്രി, പ്രസിഡന്റ്, നമ്മുടെ ഏറ്റവും വലിയ ഹൈ ലെവൽ പൊളിറ്റീഷ്യൻ ലെവലിൽ വരെ എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, എമേർജിങ് ഇൻ റിയാലിറ്റി ആൻഡ് കൺസെപ്റ്റുവൽ ഫ്രെയിംസ്. ഓക്കെ, ഇത് വായിച്ചാൽ മീൻസ് ആഫ്റ്റർ ഇലാബറേറ്റിംഗ് ദീസ് എത്തിക്കൽ ഇൻസൈറ്റ്സ് ദ എക്സാമിൻ ദ പ്രാക്ടിക്കൽ റിയാലിറ്റീസ് ഇൻ ദ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്. ഇതിൽ പറയുന്നത് feminism in development discourse, how the feminism influenced the development discourse. Feminism discourse are not just practical potent forms of interpretation of ourselves others. When feminism images with development of we see images coming together to condition, we will now explore this discourse collection of this gender development context. Some of the any argument of the debates are summarized in elaborating on concepting GAD across the 3 dedicates by argument and debate selected by reference. Okay, feminism is no longer refers to a western influenced, അതായത് കൂടുതൽ കാലം നമ്മൾ ഫെമിനിസം എന്നുള്ളത് നമ്മൾ വ്യാപകമായി തുടങ്ങുന്നത് ഈ ഇടെയാണ്. അല്ലെങ്കിൽ പണ്ടേ എന്തില്ല, ഫെമിനിസം എന്ന് പറയുന്ന ആ ഒരു മേഖല സ്ത്രീകൾ കൈയടക്കിയിട്ടില്ല. And there is a need to foreground of embedded local practices and the implications of local gender relations and ideologies of according to place and spaces, and vital to link a local understanding with strategic common northern and southern feminists have called performing areas across the space to draw or കമ്മ്യൂണിറ്റീസ്. നമ്മളെ സമൂഹത്തിൽ സ്ത്രീകളുടെ നിലവാരം, സ്ത്രീകളും പുരുഷനും ഒരേ ലെവലിലാണ് എന്നുള്ള ചിന്താഗതി ഇപ്പോഴും കുറേയൊക്കെ എന്തില്ല, അക്സെപ്റ്റബിൾ അല്ല. ഇപ്പോഴും ചില സ്ത്രീകൾ ഇപ്പോഴും എന്താണ്, വീടുകളിൽ ഒതുങ്ങിക്കൂടി കഴിയുന്ന ഒരു കൺസെപ്റ്റും നമ്മൾ കണ്ടുവരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു ദ ഓതേഴ്സ്, ഫോർഗിങ് അപ്രോപ്രിയേറ്റ് ഫോം ഓഫ് സോളിഡറി അക്രോസ് ദ ഡിഫറൻസ് ഓഫ് നെവർ ആർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഇൻ ദ precarious of geopolitical realities of world. They suggest an attempt of redefine the development of invention of gender, the critical access of difference of societies. അതായത് വിമർശനാത്മക ബുദ്ധിയോടെ ചിന്തിക്കുന്നവർ എന്ത് ചെയ്യും, വിമർശനാത്മക ബുദ്ധിയോടെ എങ്ങനെ നോക്കിയാലും പുരുഷനാണ് കുറച്ചും കൂടി മെച്യൂരിറ്റി ഉള്ളത്, പുരുഷനാണ് നമ്മുടെ സമൂഹത്തിൽ കുറച്ചും കൂടി ഉന്നതിയിൽ നിൽക്കേണ്ടതെന്നുള്ള ചിന്താഗതി ഇപ്പോഴും ചില സ്ഥലങ്ങളിലും ചില ആളുകളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. എങ്കിലും ഇപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു സ്പ്രെഡ് അല്ലേ, നമ്മുടെ എഡ്യൂക്കേഷൻ കൂടിയ ഒരു കാലഘട്ടത്തിൽ കുട്ടികളാകുന്ന ഇപ്പോൾ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവരുടെ അതായത് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ അവർ തിരഞ്ഞെടുക്കുന്ന കോഴ്സും അവർക്ക് എന്താണ് ഒറ്റക്ക് നിലനിൽക്കണം അല്ലേ, നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ആരുടെ കാൽച്ചുവട്ട് പോവാതെ സ്വന്തം കാലിൽ നിൽക്കണം എന്നുള്ള ചിന്ത വന്നതോടുകൂടിയാണ് ഈ ഒരു ഫെമിനിസത്തിൻ്റെ സ്റ്റാർട്ടിങ്. കൂടാതെ സ്ത്രീകൾ എന്തല്ല, മറ്റുള്ളവരെക്കാൾ എപ്പോഴും സബോർഡിനേഷൻ എന്നുള്ളൊരു സംഭവത്തിലേക്ക് പോകേണ്ട അതെല്ലാം എന്നാണ് ഈ കൺസെപ്റ്റുവൽ ഫ്രെയിമിൽ പറയുന്നത് അല്ലേ. ജെൻഡർ ഡെവലപ്മെൻറ്റ്, അതായത് കൺസെപ്റ്റുവൽ ഓഫ് ജെൻഡർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ
നമ്മളെ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു, പുരുഷന്മാർക്കാണ് അധീശത്വം, അവരുടെ സബോർഡിനേറ്റ് ആയിട്ട് സ്ത്രീകൾ നിൽക്കുക, പവർ എംപവർമെൻറ്റിലെ അധികാരം പുരുഷന്മാർക്ക് മാത്രമാണെന്നുള്ളൊരു കൺസെപ്റ്റും ഉണ്ടായിരുന്നു എന്നാണ്. എന്നാലും ജെൻഡർ പുരുഷന്മാർക്കും അവരുടേതായ സമത്വങ്ങളൊക്കെ അനുവദിച്ച് കിട്ടണം, പുരുഷന്മാർക്കും ഡെവലപ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ സമൂഹത്തിൽ നിലനിൽപ്പുള്ളൂ, സമൂഹത്തിന് തന്നെ നിലനിൽപ്പുള്ളൂ എന്ന കൺസെപ്റ്റാണ് എന്തിൽ കൺസെപ്റ്റ് ഓഫ് ജെൻഡർ ഡെവലപ്മെൻറ്റ്. ദെൻ എമർജിങ് ഓഫ് വുമൺ കൺസെപ്റ്റ് ഫ്രെയിംവർക്ക്, വുമൺ കൺസെപ്റ്റ് ഫ്രെയിംവർക്കിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, നമ്മുടെ സമൂഹത്തിലുള്ള സ്ത്രീകളുടെ അധികാരം അല്ലെ, എത്രയും എന്താണ് ഈ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ധൈര്യം തൻ്റെയോടൊക്കെ കാണിക്കുന്ന സ്ത്രീകളെയാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം ചെയ്യാനും പുരുഷന്മാരുടെ തന്നെ പോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും ആര് മുൻപന്തിയിലാണ്, സ്ത്രീകൾ വളരെ മുൻപന്തിയിലാണ്. ഓക്കെ, നെക്സ്റ്റ് ഇതിൽ പറയുന്നത് വി ഡസ് ഫെമിനിസ്റ്റ് എൻഗേജ്മെൻറ്റ് വിത്ത് ഡെവലപ്മെൻറ്റ് ഇൻവോൾവ് വൺ ഓഫ് ദ primary dimensions has been emphasized in making strategic alliance of substantial progress of policy making. Understanding approaches such as synthesis term is led to limiting and meaningful ways of framing of implement policies. We talk the interference feminist discovers the development of agenda that has been increasing the focus of economic sphere. അപ്പോൾ എന്താ എക്കണോമിക്സ് ആയാലും സോഷ്യലി സാമൂഹികപരമായും സാമ്പത്തികപരമായും സാംസ്കാരികപരമായും ഒക്കെ സ്ത്രീകളും പുരുഷന്മാരും ഒരേ ലെവൽ തന്നെ കാണാനുള്ള ഒരു കാലഘട്ടം, കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ അപ്ഡേറ്റ്സ് ആയിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ മേഖലകളിലും സ്ത്രീകളും പുരുഷന്മാർക്കും ഒരേ സമത്വം വേണമെന്നാണ് ഈ ഒരു ഫ്രെയിംവർക്കിൽ, എമർജിങ് വുമൺ കൺസെപ്റ്റ് ഫ്രെയിംവർക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വി ആർ ദ ഇംപ്ലിക്കേഷൻസ് ഓഫ് ആർഗ്യുമെൻറ്റ് വി ഹവ് ടു ജസ്റ്റ് സ്റ്റഡി. എന്തൊക്കെ ആർഗ്യുമെൻറ്റുകളും ക്രിറ്റിക്സുകളൊക്കെ പലതും പറഞ്ഞിട്ടുണ്ടെങ്കിലും സ്ത്രീകൾ സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു കാലഘട്ടം ആണ് ഇപ്പോൾ നമുക്ക് അപ്ഡേറ്റ്സ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, then being exploited the capital of the fate of virtually the woman in today's global economy, arguing that wage of increasing will not make to woman either poor or more powerful. എത്ര പണ്ടൊക്കെ പാവങ്ങളായി നിൽക്കുന്ന സ്ത്രീകൾ ഇപ്പോൾ മോർ പവർഫുൾ അല്ലേ, കറക്റ്റ് സ്പെല്ലിങ്ങും കറക്റ്റ് സെൻറ്റൻസ് ഇവിടെ മോർ പവർഫുൾ ഇൻ വുമൺ പേഴ്സൺ ആൻഡ് മിനിമം ഇൻകം ആൻഡ് ലേബർ റെഗുലേഷൻസ് ആൻഡ് പ്രോപ്പർ സോഷ്യൽ പോളിസീസ് ഓഫ് ഫെമിനിസ്റ്റ് എക്സ്പെക്ടേഷൻ ഫ്രം സ്റ്റേറ്റ്. അവർക്ക് സംസ്ഥാനത്ത് നിന്ന് കറക്റ്റ്, അതായത് പുരുഷന്മാരും സ്ത്രീകൾ ഒരേ ജോലി ചെയ്യുകയാണെങ്കിൽ പുരുഷന്മാർക്ക് കൂടുതലും സ്ത്രീകൾക്ക് അങ്ങനെയൊന്നുമില്ല, ഒരേ ലേബേഴ്സ് തൊഴിലാളികൾക്ക് ഒരേ ഇൻകം ലെവൽ തന്നെയാണ് നമ്മുടെ സ്റ്റേറ്റിൽ ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ദെൻ സ്റ്റുഡൻസ് വുമൺസ് റെപ്രസെൻറ്റേഷൻ, സ്ത്രീകളുടെ പ്രാതിനിധ്യം, സ്ത്രീ പ്രാതിനിധ്യം എല്ലാ മേഖലകളും ഇപ്പോൾ സ്ത്രീകൾ തന്നെ പതിപ്പിച്ച് തുടങ്ങിയിരിക്കുന്നു. അത് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് അതിന് അനുവദിച്ചിട്ടുള്ള നിയമങ്ങളും റൂൾസ് ആൻഡ് റെഗുലേഷൻസിലും നമുക്കിപ്പോൾ കാണാനും പറ്റും. ആൻഡ് സ്കോളേഴ്സ് Sikta and therefore do not expect the never governing rights and based approaches deliver gender justice compared to previous top down approach. അതായത് ജെൻഡർ ജസ്റ്റിസ്, പുരുഷനീതിയും കറക്റ്റ് അക്സെപ്റ്റബിൾ ആണ് എങ്കിലും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരേ നീതി തന്നെയാണ്, നീതിയും ന്യായവും അവരുടെ ലെവലും ലേബലും റെപ്രസെൻറ്റേഷൻ എല്ലാത്തിനും സമത്വം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എമേജിംഗ് റിയാലിറ്റീസ് ആൻഡ് കൺസെപ്റ്റുവൽ ഫ്രെയിം എന്താണ്? ആഫ്റ്റർ ഇലാബറിംഗ് ദീസ് തിയററ്റിക്കൽ ഇൻസൈറ്റ്സ് ലെറ്റ്സ് examine the practical realities in the Indian context. Last 25 years since the Beijing conference has been substantial progress in official government and discourse the women development. Ranjaji is in 1918 and 1990 discourse stressed integrating women in development. 2001 national policy empowerment of women, അതായത് 2001 ഇറങ്ങിയിട്ടുള്ള ഒരു പോളിസി പ്രകാരം നാഷണൽ പോളിസി ഓഫ് എംപവർമെന്റ് ഓഫ് വുമൺ marked a shift with the discourse emphasizing the need of women's empowerment, challenging the socially constructed. അത് സമൂഹത്തിലെ ഒരു ചലഞ്ചായിരുന്നു, സമൂഹം നേരിടുന്ന വെല്ലുവിളിയായിരുന്നു സ്ത്രീകളുടെ പ്രാതിനിധ്യം. സ്ത്രീകൾ എവിടെയൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ കൊടുക്കാൻ, അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ടോ ആ കാര്യത്തിൽ, സ്ത്രീകൾക്ക് എല്ലാ മേഖലയിലും ജോലി അനുവദിപ്പിക്കാൻ പറ്റുമോ, അങ്ങനെ പല ഡിസ്കഷൻസും നടന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ 2001 നാഷണൽ